ഇപ്പൊ എന്ത് ചെയ്യുന്നവര് കണ്ടോ പിന്നീട്? കാണാറുണ്ട് വല്ലപ്പോഴും. സംഭവം അടുത്താൽ തന്നെയാണെങ്കിലും വല്ല വർഷങ്ങൾക്ക് ഒരു 1-2 വർഷങ്ങൾക്ക് ഇടയ്ക്ക് ഇടയിടുന്നതിലൊക്കെ ഒന്ന് കാണും. അപ്പൊ കാണുമ്പോ എല്ലാ കണ്ണുകളും ഞങ്ങളിലേക്ക് ഇങ്ങനെ വരും. ഇവര് ഇങ്ങനെ ആവും. അപ്പൊ അതിന് അവസരം കൊടുക്കാതെ മാറില്ല. അവര് സുഖമായി ജീവിക്കുന്നു, എന്നേക്കാൾ സുഖത്തിൽ അവർ ജീവിക്കുന്നു. സുഖമായി ജീവിക്കട്ടെ, നന്നായിരിക്കട്ടെ എന്തായാലും. ഓക്കെ. നാം തമ്മിൽ കാണും ആ വയലോരം ഇല്ലെന്ന് കൈകോർത്തു നടന്നുള്ള ഇടവഴിയും മാഞ്ഞെന്ന് നാം ചേർന്നിരുന്ന പുളിമാവും കരിഞ്ഞു എന്നിട്ടും മാറിയില്ലെന്നു മനസ്സിൻ്റെ വാതിലടഞ്ഞില്ലെന്നു. ഇതൊക്കെ സംഭവിച്ചു. ഏത് ആ വയലോരം ഇല്ലാതായി. അന്ന് നടന്ന ഇടവഴിയൊക്കെ ഇന്ന് റോഡുകളായി മാറി. അന്ന് ഒരുപാട് പ്രണയത്തിന് സാക്ഷിയായിട്ട് നിന്ന ആ കത്തേറ്റു അങ്ങനെ പുളിമാവൊക്കെ കരിഞ്ഞു മുറിങ്ങിപ്പോയി. സൂക്ഷിക്കുന്നത് പോലെ. എന്തുകൊണ്ടാണ് ഈ രത്നങ്ങൾക്ക് ഇത്ര വില വരുന്നത്? അപൂർവ വസ്തുക്കൾക്ക് എപ്പോഴും ഒരു മൂല്യം ഉണ്ടാവില്ല. അതുപോലെ ഒരു മൂല്യം അത് ഉണ്ടാവുമല്ലോ, അത് മരണം ഉണ്ടാവും. പക്ഷെ ഇപ്പോ എന്റെ പ്രണയമൊക്കെ എന്റെ മക്കളും എന്റെ ഭാര്യ അതന്നെ. എന്തായാലും ഇടയ്ക്ക് എപ്പോഴൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ അത് എത്തും, എത്താതിരിക്കില്ല.